പുന്നപ്രയുടെ സമര നായകനാണ് VS. പുന്നപ്ര വയലാർ സമരത്തിന്റെ നേതൃപരമായ പങ്കുവഹിച്ച നേതാവാണ് VS. ആ VS ഈ പുന്നപ്രയുടെ ഈ രക്തസാക്ഷി കുടീരങ്ങൾ, രക്തസാക്ഷി സ്മാരകങ്ങൾ, VSന്റെ അവസാനത്തെ പൊതുപരിപാടി പോലും ഇവിടെയായിരുന്നു. VSന്റെ അവസാനത്തെ പൊതുപരിപാടി പോലും ഈ പുന്നപ്രയിൽ ആയിരുന്നു. 2019 ഒക്ടോബർ 22-ന് അദ്ദേഹം അവസാനമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. അത് ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിലാണ്. അവിടെ VS ആണ് ആ ദീപശിഖ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കൈമാറുന്നത്. അതിനാണ് VS അവസാനമായി എത്തിയത്. ഈ രക്തസാക്ഷി സ്തൂപത്തിന് പിന്നിലും ഇവിടെ ഇത് ഉൾക്കൊള്ളുന്ന 50 സെന്റ് ഭൂമിയുടെ പിന്നിലും വലിയ കഥകളുണ്ട്. 87-ലെ EMS സർക്കാർ ഈ ഭൂമി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദൻ എന്ന CPIയുടെ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന്റെ പേരിലാണ് അന്ന് ഈ ഭൂമി സർക്കാർ പതിച്ചു നൽകിയത്. ആ ഭൂമിയുടെ നേരവകാശിയാണ് ആ അർത്ഥത്തിൽ VS അച്യുതാനന്ദൻ. ആ VS ആണ് ഇവിടേക്ക് വരുന്നത്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെ കൂട്ടിയിട്ട് കത്തിച്ച ഭൂമിയാണ് പിന്നീട് ഈ പുന്നപ്ര സ്മാരകമായി മാറിയത്. അതിൽ ജീവനോടെ നിരവധി ആളുകളെ കത്തിച്ചു എന്നതും ചരിത്രം പറയുന്നുണ്ട്. പലരും ഇവിടെ നിന്ന് പൊള്ളലേറ്റ് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ട ആളുകളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളെ കൂട്ടിയിട്ട് കത്തിക്കാൻ അന്നത്തെ ദിവാൻ ഭരണം തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. അതാണ് പിന്നീട് പുന്നപ്ര വയലാർ രക്തസാക്ഷി കുടീരമായി മാറുന്നത്. അതാണ് വലിയ ചുടുകാടെന്ന് CPMകാർ അതിവൈകാരികമായി കാണുന്ന, അത്രയധികം ആത്മബന്ധം അവർ പുലർത്തുന്ന, പ്രത്യേകിച്ച് VSF നേതാക്കൾ ആ രീതിയിൽ ആത്മബന്ധം പുലർത്തുന്ന രക്തസാക്ഷി സ്മാരകമായി മാറിയത്. അവിടേക്കാണ് പുന്നപ്രയുടെ സമരനായകൻ, പുന്നപ്രയുടെ വീരപുത്രൻ VS അച്യുതാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളാൻ വരുന്നത്. വിശ്രമം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത നേതാവാണ്. ഏറ്റവും പ്രായമായപ്പോൾ പോലും 90കളുടെ അവസാനം പോലും ആ രീതിയിൽ പോരാട്ടം നടത്തിയ നേതാവാണ്. ഇവിടെ TV തോമസിന്റെ, VSന്റെ സഹപ്രവർത്തകനായിരുന്ന CPIയുടെ പ്രമുഖ നേതാവ് TV തോമസിന്റെ സ്മാരകമുണ്ട്. KC ജോർജിന്റെ സ്മാരകമുണ്ട്. PT പുന്നൂസിന്റെ സ്മാരകമുണ്ട്. അങ്ങനെ ഓരോ നേതാക്കളുടെയും CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പൊക്കമുള്ള, എക്കാലത്തെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ സ്മാരകമുണ്ട്. അവിടേക്കാണ് കേരളത്തിന്റെ VS എന്ന നേതാവ് അന്ത്യവിശ്രമത്തിനായി വരുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങളും ഇവിടെ ഏതാണ്ട് പൂർണ്ണമാണ്. അത്രയധികം വൈകാരിക ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള, അത്രയധികം വൈകാരിക ബന്ധം CPM പ്രവർത്തകർക്കുള്ള ആ ഭൂമിയിലേക്കാണ് VSഉം എത്തുന്നത്, അന്ത്യവിശ്രമത്തിനായി എത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ അവസാന ഘട്ടത്തിലാണ്.